എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ വിളിക്ക് ശരിയായ മറുപടി നൽകേണ്ടത് നമ്മുടെ ജീവിത ലക്ഷ്യമായിരിക്കണം. വില്യം കേറി 1793 ഇംഗ്ലണ്ടിലെ ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റിയുടെ ആദ്യ മിഷണറിയായി ഇന്ത്യയിൽ കൊൽക്കത്തയിലെത്തി. അദ്ദേഹം തൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ബൈബിൾ 35-ലധികം ഭാരതീയ ഭാഷകളിലേക്കും ഭാഷാ ശൈലിയിലേക്കും വിവർത്തനം ചെയ്തു. 1818 ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ കോളേജ് സെറാംപൂർ കോളേജ് കൽക്കട്ടയിൽ സ്ഥാപിച്ചു. സ്ത്രീകളുടെയും ദരിദ്രരുടെയും വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയിൽ പ്രാദേശിക ഭാഷകളിലേക്കുള്ള ആദ്യ അച്ചടി യന്ത്രം സെറാംപൂരിൽ സ്ഥാപിച്ചു. ദൈവിക ഗ്രന്ഥങ്ങളും പാഠപുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചു. പല ഇന്ത്യൻ ലിപികൾക്കായി അച്ചടി അക്ഷരങ്ങൾ വികസിപ്പിച്ചു. സതി എന്ന അനാചാര ക്രൂരതയ്ക്കെതിരെ ശക്തമായി പ്രക്ഷോഭം നയിച്ചു. ശിശുഹത്യ, ജാതി വ്യവസ്ഥ തുടങ്ങിയ സാമൂഹിക അനീതികൾക്കെതിരെ പ്രതികരിച്ചു. സ്ത്രീകൾക്ക് മാന്യമായ ജീവിതം നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വാദിച്ചു. പ്രിയ സഹോദരങ്ങളെ, ദൈവം തൻ്റെ ദൗത്യങ്ങൾ നിറവേറ്റാൻ ഓരോ തലമുറയിലും ചിലരെ തിരഞ്ഞെടുക്കുന്നുണ്ട്, അവൻ്റെ രാജ്യത്തിനായി ജീവിക്കാനായി. 18-ാം നൂറ്റാണ്ടിൽ ഒരു ചെറിയ ഇംഗ്ലീഷ് ഗ്രാമത്തിൽ പിറന്ന വില്യം കേറി എന്ന വ്യക്തിയിലൂടെ ജീവിതം എത്രമാത്രം ഭാരതത്തെ അനുഗ്രഹിക്കാൻ ഉപയോഗിച്ചു എന്നത് വലിയൊരു ദൃഷ്ടാന്തമാണ്. ഒന്നാമതായി, ദൈവം ഒരു സാധാരണ മനുഷ്യനെ അസാധാരണ മനുഷ്യനാക്കി മാറ്റുന്നു. ദൈവം ലോകത്തിലെ ഭോഷന്മാരായവരെ തിരഞ്ഞെടുത്തു ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനായി. 1 കൊരിന്ത്യർ 1:27. വില്യം കേറി ഒരു ചെറുപ്പുകുത്തിയുടെ മകനായിരുന്നു. വലിയ വിദ്യാഭ്യാസമില്ല, പ്രശസ്തിയുമില്ല. എന്നാൽ ദൈവം അദ്ദേഹത്തെ ഇന്ത്യയെ മാറ്റുന്നതിനായി ഉപയോഗിച്ചു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിത പശ്ചാത്തലവും പരിധികളും ദൈവത്തിനൊരു തടസ്സമല്ല. ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയ സമർപ്പണം മാത്രമാണ്. 2, ദൈവം വിളിക്കുന്നു, നാം മറുപടി നൽകണം. ആരെയാണ് ഞാൻ അയക്കേണ്ടത് എന്ന് അവനോട് ഞാൻ പറഞ്ഞു. ഞാൻ ഇവിടെയുണ്ട്, അടിയനെ അയക്കണമേ. യെശയ്യാവ് 6:8. വില്യം കേറിയുടെ ഹൃദയം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പുളകിതമായിരുന്നു. അവൻ കേട്ടു, ദൈവം വിളിച്ചു, അവൻ പ്രതികരിച്ചു. ഇന്ത്യയുടെ ദേശത്തിനായി ദൈവം അവനെ വിളിച്ചു. സാഹസത്തോടെ അവൻ കടൽ കടന്നിവിടെ വന്നുയർന്നു. ഇന്ന് നമ്മളെയും ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിനായി വിളിക്കുന്നു. നമുക്ക് പറയാനാകുമോ, കർത്താവേ, ഞാൻ സന്നദ്ധനാണ്, എന്നെ അയക്കണമേ. 3, ത്യാഗം കൂടിയ ദൗത്യം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. നിന്റെ സ്നേഹത്തിനായി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു. അറുപ്പാനുള്ള കുഞ്ഞാടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. സങ്കീർത്തനം 44:22. വില്യം കേറിയുടെ ജീവിതം ത്യാഗങ്ങളാലും കഷ്ടതകളാലും നിറഞ്ഞതായിരുന്നു. ഭാര്യ മാനസിക രോഗിയായിരുന്നു. മകൻ ചെറുപ്പത്തിൽ മരിച്ചു. നിരവധി പ്രതിസന്ധികൾ. പക്ഷേ ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. അവൻ ഒറ്റപ്പെട്ടവനായി തോന്നിയപ്പോൾ പോലും ദൈവം കൂടെ നടന്നു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൗത്യം എളുപ്പമല്ല, പക്ഷേ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു. 4, ദൈവവചനം മറ്റുള്ളവർക്ക് പകർന്നു നൽകി നമുക്കും ജനങ്ങളെ അനുഗ്രഹിക്കാം. നിന്റെ വാക്കുകൾ എൻ്റെ കാലുകൾക്ക് വിളക്കും, എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. സങ്കീർത്തനം 119:105. വില്യം കേറി ഇന്ത്യയിലെ ഭാഷകളിൽ ബൈബിൾ വിവർത്തനം ചെയ്തു. ബംഗാളി, സംസ്കൃതം, ഹിന്ദി, ആസാമീസ് തുടങ്ങി 18-ലധികം ഭാഷകളിൽ ദൈവവചനത്തിന് വഴി തുറന്നു. ഇത് ദൈവത്തിൻ്റെ വചനം ജനങ്ങളുടെ ഹൃദയത്തിൽ എത്തിക്കുന്ന ഒരു ദൗത്യമാണ്. നാം ഇന്ന് വചനത്തെ വായിക്കാൻ കഴിയുന്നത് ആ ത്യാഗങ്ങളുടെ ഫലമാണ്. നമുക്കും മറ്റുള്ളവർക്ക് ദൈവവചനം പകർന്നു നൽകുവാൻ കഴിയണം. 5, ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കൂ. ദൈവത്തിനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യൂ. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. എബ്രായർ 11:6. വില്യം കേറിയുടെ പ്രസിദ്ധമായ വാക്കുകളാണ്: എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്, അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. ദൈവത്തിൽ വലിയ പ്രത്യാശയോടെ ജീവിക്കുകയും ദൈവത്തിനായി ധൈര്യമായി മുന്നോട്ട് പോവുകയും ചെയ്യുക. അതാണ് ഒരു വിശ്വാസിയുടെ ദൗത്യം. നാം ദൈവത്തിൽ പ്രതീക്ഷ വെച്ചാൽ അവൻ നമുക്ക് ഉറപ്പായും വഴി തുറക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.